ഹലോ ഗൈസ് എപ്പിടി ഇരിங்க എല്ലാവരും. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മൂന്നാറിലാണ്. മൂന്നാർ ഒരു റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫ്രഷ് ആകാൻ വേണ്ടി കയറിയതാണ്. ഇവിടുത്തെ വ്യൂ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. റുസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ക്യാമറ കണ്ണുകളിൽ നമ്മുടെ റുസൈനാണുള്ളത്. നമ്മുടെ ബസ് കാണിച്ചു കൊടുക്കും, വന്ന ബസ് അതാണ് ഒന്നര ബസ്. നമ്മൾ ഇന്നലെ രാത്രി എത്തിയ ബസ്സാണ്. ഇവിടെ പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട്. നാം ക്യാ പേരെത്താ? ഇതിൽ തന്നെ ചോദിക്കേണ്ടിരുന്ന റാഫി. ഏ റാഫി റാഫി കാഫിൽ റാഫി നാടാ. റാഫി കാഫിലല്ല കേട്ടോ, റാഫിയാണ്. കാഫിൽ എന്ന് പറഞ്ഞ അറബി ഭാഷ അല്ലേ. എവിടെ സ്ഥലം? കാസർഗോഡ്. കാസർഗോഡ് ഇല്ല. ചെറിയ രീതിയിൽ. അപ്പോൾ നമുക്ക് ബാക്കി ടീം മെമ്പേഴ്സിനെ പോയി കാണാം. എല്ലാവരും റൂമിൽ നല്ല ഫ്രഷിങ്ങിലാണ്. നമുക്ക് എല്ലാവരും ഇന്ന് മീറ്റ് ചെയ്യാം. ബായ് ബായിന്റെ പിന്നെ തസ്ലീമാണ്. ഒരു വീഡിയോ പോയി, ആദ്യത്തെ വീഡിയോ ചെയ്ത് പോയി. അതുകൊണ്ട് അയച്ചൊരു വീഡിയോ ഇൻട്രൊഡക്ഷൻ തരണം. നമ്മൾ ചെക്കൻ ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. इंट्रोडक्शन। हेलो, ये मेरा दोस्त है, मेरे साथ टूर पे आया है और ये यूट्यूबर है। इसको सब्सक्राइब है, नहीं हिंदी में बोलेगा, मैं हिंदी है ना। इसको सब्सक्राइब करो और लाइक करो, शेयर करो, कमेंट करो। वो मेरा अच्छा दोस्त है, सबको इसको बड़ा यूट्यूबर बनाओ जल्दी. പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് നല്ലൊരു യൂട്യൂബറാക്കി മാറ്റുക എന്നൊക്കെയാണ് പറയണത്. ചെക്കമ്മടെ ആപ്പിളും തിന്നുന്നുണ്ട്, ഫോൺ കളിക്കുന്നുണ്ട്. ഇതെന്താടാ ഇത്? നമുക്ക് നിന്ന് ഈ പകുതി മുക്കൽ ഓൻ തന്നെ നിന്നുള്ളൂ. അടാ കേടോ, അയ്യോ പറ്റിച്ച്. ഭായ് സാബ്, തസ്ലീം ഭായ് സാബ്, കംപ്ലൈന്റ് ദൂസറാ ദിയാ. താങ്ക് യു. വേറൊരു സെക്കൻഡ് ഇവിടെ അതിനെ പറ്റി രണ്ടക്ഷരം പറഞ്ഞു തരുമോ? BTS അല്ല, അതിനെ പറ്റി റുസൈനെ, എല്ലാവരും ഈ ചെക്കനെ കണ്ടിക്കണമെന്നൊന്ന് പറയാ. നമ്മളെ വ്ളോഗില് പെണ്ണ് കിട്ടാല്ല. അത് എനിക്കും കിട്ടണില്ല, അത് വേറെ വിഷയം. അത് മൊത്തത്തിലുള്ള പ്രശ്നമാണ്. അതൊക്കെ ബായ്ക്ക് മലയാളം അറിയാട്ടോ, സീനാണ്. രണ്ടക്ഷരം പറഞ്ഞു കൊടുത്താ ഇന്നെങ്ങനെ കണ്ടുമുട്ടിയത്, പരിചയപ്പെട്ടതൊക്കെ. ഞാനൊരു ഷോറൂമിൽ വർക്ക് ചെയ്യണി. അങ്ങനെ ഇപ്പൊ എന്തോ സ്വിഫ്റ്റ് കാർ എന്തോ എടുക്കാൻ വന്നേ. അപ്പൊ പിന്നെ ഞാനതിനകത്ത് സെയിൽസ്മാനായി. അങ്ങനെ പരിചയപ്പെട്ട് അപ്പഴാണ് മനസ്സിലായത് ഒരു യൂട്യൂബറാണെന്ന്. അപ്പൊ പിന്നെ ചോദിച്ച് ഒരു വീഡിയോ എടുക്കുക. അങ്ങനെ പരിചയപ്പെട്ടാണ്. പിന്നെ നാട്ടാനായി പോയി. അപ്പൊ അങ്ങനെയാണ് ശരിക്കും അങ്ങനെയാണ് സംഭവം. എല്ലാരും ആപ്പിളൊന്നും കാണിച്ചു കൊടുക്കല്ലേ, എല്ലാവർക്കും കൊതിയോടും. അത് വേറെ ചെയ്യും. നീ അനിഹാൽക്കൊക്കെ രണ്ടക്ഷരം പറയാനുണ്ട്, ഒന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറയാന്, ബസ്സിന്ന് കടന്ന് ഉറങ്ങിനേരത്തോ. എജ്ജാതി ഉറക്കറിയോ? വിഷുവിന് നമ്മള് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. എന്തുമാണ് ഈ പറയാൻ മൈക്ക് കിട്ടുമ്പോ ആച്ചു പറയാല്ലേ, നമ്മളത് മെയിൻ ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ആപ്പിൾ വേണം എന്നാ നിനക്ക് വേണ്ടാത്ത തിന്നടാ വേണ്ടാത്തോണ്ട എന്നാ വേണ്ട. എനിക്കാണ് ആപ്പിള് വേണ്ട. ലൈൻ കട്ട് നമ്മള് പകുതി മുക്കാലും കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു മൂന്നാറ്. പുതിയ അതിഥികളൊക്കെ ഉണ്ട്. നാം ക്യാ ഹൈ? मेरा नाम लक्ष्मी है. ലക്ഷ്മി ഹേ, നാം ലക്ഷ്മി ഹേ. നമ്മുടെ बिहार के जगह. ബീഹാറിൽ നമുക്ക് ഇങ്ങനെ ഫാൻസിനെ കിട്ടിയിട്ടുണ്ട്. പച്ച മണത്ത് പറയടി. അത് കണ്ടറി കിട്ടിയിരിക്കുന്നു. വീണ്ടും നമ്മളെ ബോസിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് വീണ്ടും പറയാനുള്ളത്? ഒന്നും പറയാനില്ല, നിർത്തിയിരിക്കുന്നു. അപ്പം ടോപ്പ് സ്റ്റേഷനത്തെ വ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെയാണ്. അത്യാവശ്യം കോടയാണ്, അതുകൊണ്ടൊന്നും കാണാൻ കഴിച്ചില്ല, സത്യാവസ്ഥ അതാണ്. കുരങ്ങനൊക്കെ ഉണ്ട്. കുരങ്ങൻ കാണിച്ചു കൊടുത്താ. കുരങ്ങനാണ്.
അല്ലാതെ കുതിരയല്ല. കുതിര ഉണ്ടോ അവിടെ? കുതിര ഉണ്ടല്ലോ, കുതിരനെ കാണിച്ചറ. ഓ വൈറ്റ് കുതിര, വെള്ള കുതിര. പുറത്തു ഒരു അടി എടുത്താലോ പാറു? എന്നാ വാ, നമുക്ക് താഴത്ത് പോവാ. ഓഫാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എത്ര ചാടിപ്പോണ്. എന്താ എന്തൊക്കെ ചാടിപ്പോണ്ട് കേട്ടോ. ഈ ബൈക്ക് ഇത് ആകെ ഷോക്ക് കേട്ടോ. ഇത് ആകെ എന്തൊക്കെ അടങ്ങേറ് മാതിരിയാ. സംഗതി തന്നെ മതി നമുക്ക്. കൊരങ്ങനെ നോക്കേ മോശാട്ടോ. വ്ളോഗർ പോയി വന്നിട്ടുണ്ട്. ആ അപ്പം നമ്മളെ ചെക്കൻ ഒരു ഫേസ് റിവീൽ ചെയ്ത് കൊടുത്താ, ഒന്ന് ചിരിച്ചു കൊടുത്താ. ആ ചെക്കൻ ഹാപ്പിയാണ്, അത് മതി നമുക്ക്. കൊല്ലണ എന്നാ വാ, താഴത്ത് പോവാ. താഴത്ത് പോവാ. അപ്പൊ നമ്മള് താഴെ ഭാഗത്തേക്ക് പോവാണ്. മിസ് ഓ ഇവിടെ ഫുള്ള് കൊരങ്ങന്മാരാടാ. മീ ക്ലാസ് കൊണ്ടുപോകും. പുകയുണ്ടല്ലോടാ, നല്ല പുകയുണ്ട്, ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇത് കോടമഞ്ഞ് പുകയാണ് കേട്ടമ്മ, കാണുന്നുണ്ടെങ്കിൽ ഇത് കോടയത്തെ പുകയാണ്, അല്ലാതെ ഉദ്ദേശിക്കണമെന്നല്ല. അയ്യോ ഹായ്. ആ പോണടുത്ത് പോയിക്കോട്ടെ. ഇതാണ് നമ്മളെ കുതിര സാർ. ഇവിടെ അവിടെ വൈജുണ്ടല്ലേ, മലപ്പുറം കാട്ടുപോത്ത്. എടാ ഇതിനെ കെട്ടിയിട്ടില്ലടാ, കാല് കെട്ടിക്കാല്ലേ. അതിന്റെ കാല് കെട്ടിക്കാ റോസേനെ ആക്കിയാ, കാല് കെട്ടിട്ടേക്ക. സംഗതി കാല് കെട്ടിയിട്ടേക്കണ്. ഓ സൂം വേണ്ടടാ, സൂം വേണ്ട. ഓക്കെ നമുക്ക് താഴെ ഭാഗത്ത് പോവാം. എടാ ഫുള്ള് കോടിയടാ, ഒന്നും കാണാൻ വെച്ചില്ല. സത്യാവസ്ഥ അതാണ്. ഇവിടുന്ന് അടിക്ക് പൊട്ടി പടിഞ്ഞ എന്താ അവസ്ഥ. എവിടെ പോയാലും മൂച്ചലുള്ള റബ്ബേ. ആരെയാണോ കണി കണ്ടത്? മലയാളീസ് ബംഗാളീസാണ് ചേച്ചിന് വർത്താനം പറഞ്ഞത്. മലയാളീസാണ് ഗൈസ്. റുസൈനെ കാണിച്ചു കൊടുക്കടാ കോടാ. ഊഫ് സീൻ കേട്ടോ, അണ്ടമാന കോടയാണ് ഇതൊക്കെ. എടാ ഇതേപോലെ കെയർ വേണം കേട്ടോ, ഇറങ്ങിയാ പോരാ. കുറച്ചും കൂടി താഴത്തൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ ഇറങ്ങൂല അങ്ങോട്ട് വരാം. ഒരുപാടുണ്ടല്ലോ ഇറങ്ങാം. ആ പറടാ. എടാ ലൈൻ കട്ട് ആയിട്ടില്ല കേട്ടോ, ആയിട്ടില്ല ലൈൻ കട്ട് ആയിട്ടില്ല. ലൈൻ കട്ടിന് ആയിട്ടില്ല ഗൈസ്. നിഹാലിക്ക നിർത്തു. എന്താ വെറുതെ പണി. സംഗതി ഇവിടെ റീൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഓ സീൻ കേട്ടോ, കോടൊക്കെയാണ്. നൈസ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഞാൻ ഓൾറെഡി +2 പഠിക്കുന്ന ടൈമിൽ ഇവിടെ വന്നതാണ് ഒരു വട്ടം. എടാ നിന്റെ താഴത്ത് പോകാനില്ല അത് പോകാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റുമോ? അയ്യാ എടാ ഭ്രാന്ത കൊട്ടി പേടിച്ചോളാം. ഇല്ല പേടിക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വേണ്ട. നല്ലൊരു ഇതാണിത്. ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ്. എന്താണ് പറഞ്ഞേ? കുരങ്ങന്മാർ കുറെ എണ്ണം ഉണ്ട്. അതിലേറെ കുരങ്ങന്മാർ നമ്മളപ്പം പോകുന്ന. നിങ്ങൾ പറയണതൊന്നും കേൾക്കത്തില്ല. ഞാൻ നോയിസ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയണതൊന്നും കേൾക്കില്ല. ഞാൻ പറയണ മാത്രമേ കേൾക്കത്തുള്ളൂ. അല്ലല്ല, ഞാനെപ്പോഴും എൻ്റെ ഭാഗം ക്ലിയർ ആയതാണ് ഞാൻ വർത്താൻ പറയുന്നത്. നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഗ്ലാസ് വെച്ചാൽ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. ഓക്കെ വെക്കുക, എല്ലാം ശരിയാവും. LDF വരെ എല്ലാം ശരിയാവും.
അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതാണ് ഈ ഒരു കുട്ടി പറഞ്ഞു തന്നത്. കുട്ടിന്റെ പേര് എന്തിനി? ശ്രീലക്ഷ്മി അല്ലേ? ശ്രീലക്ഷ്മി. സോറി, അതല്ല ശ്രീലക്ഷ്മിയാണ്. ലൈൻ കട്ട്. അപ്പോഴൊന്നുമില്ല. ഓരോരുത്തർ ചാടി മറിഞ്ഞു വരുന്നു, അവിടെ ഇരിക്കുന്നു, ഷൂ കെട്ടുന്നു. മറ്റൊരാൾ മണ്ടി വരുന്നു മുകളിൽ നിന്ന് വന്ന് കാണ്ട് മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നു. സംഗതി നടക്കുന്നില്ല. അവിടെ ഒരു പോസ് തരുന്നു, പക്ഷേ പോസ് കറക്റ്റ് ലെവലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് പോസ് മാറ്റി പിടിക്കുന്നു. അതിന് വേറെ പോസ് തരുന്നു. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നമ്മളെ ക്യാമറമാൻ. നമ്മുടെ ബോസ് അവിടെ എന്തോന്ന് കാണിച്ചു കൊടുക്കുന്നു, പക്ഷേ ഈ ക്യാമറമാൻ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ബോസിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ ഇറങ്ങി വരുന്നു, ചിലവർ കയറി പോകുന്നു. എല്ലാ കാഴ്ചകളും ഞങ്ങൾ ക്യാമറമാൻ പകർത്തുന്നുണ്ട്. എല്ലാം ശ്രദ്ധിച്ച് സാവകാശം എല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബോസ് കടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരാൾ നടന്നു വരുന്നു. നമ്മൾ താഴെ ഭാഗത്തേക്ക് പോകുന്നു. എന്നാ പോവാടാ ബോസേ. നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മുടെ ചങ്ക് ബഡീസായിട്ടുള്ള നിഹാലിക്കയും ടീംസും. എല്ലാവരും ഇവിടെ ഫോട്ടോഷൂട്ടിലാണ് തോന്നുന്നു. അതിമനോഹരമായ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കടാ പൊട്ടാ. എല്ലാ വീഡിയോയിലും ഉല്ല പോയി പെടും. ഉണ്ടാന്നാടെ ഇല്ലേ അടി ഇട്ട് വിടുന്നത്. ഇത്രയും റീച്ചായ മതി. എന്തൊക്കെ അറിയാലേ അങ്ങനെ. അപ്പം താഴെ ഭാഗത്ത് പോയിക്കാം. ഇവിടെ വരെ പോകാൻ പറ്റത്തോളം തോന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്നപ്പോ അടി വരെ പോയി. ഇപ്രാവശ്യം ഇതുവരെ പോകാൻ പറ്റത്തുള്ളൂ. പുറത്തുകൂടെ വൈകി. പക്ഷേ ഇതിപ്പോ ഇതിലെന്നെടാ വൈകി റുസൈനെ, ഇതിലിനി വയ്യേ പഴയ വയ്യേ. സമയം ഒരു സമയമാണ്. സമയത്തെ പറയണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചോക്കെ പഴയ എൻട്രി പോയിന്റ് അതേനി. അവിടുന്ന് എൻട്രി പോയിന്റ് അല്ല, അവിടുന്ന് വന്നിട്ട് ഇതിലങ്ങോട്ട് പോയിനി. അല്ലെങ്കിൽ ഇതിലങ്ങോട്ട് നടന്നാണ്ട് ഇതിലെ നടന്നാണ്ട് അടിയിൽ പോയിനി. അടിയിലൊക്കെ അടിപൊളി നല്ല വ്യൂ ആയിനി. ഇവിടെ നല്ല ഫോട്ടോഷൂട്ട് എടുക്കുന്നു. ക്യാമറമാൻ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നു, പോസ് കൊടുക്കുന്നു. ഓരോരുത്തർ അതിമനോഹരമായ പോസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടെയൊക്കെ ഇടക്കണ്ണ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ചെക്കന് പേടിയാക്കുന്നു. ആരാധകർ കൂടി നിൽക്കുന്നു ഇവിടെ. നിശബ്ദത പാലിക്കുന്നു എല്ലാവരും. എടാ ഇതൊന്നും വരൂലടാ. നമുക്ക് ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ. എടാ ഓർമ്മക്കും വേണ്ടി എടുത്തേക്കണ അതൊക്കെ. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. ഈ വ്യൂ പ്രത്യേകിച്ചൊന്നും പറയാനല്ല, നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് പോവാം. ഇത് നല്ല കോടയുണ്ടെന്ന് കാണിച്ചു തരാൻ മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ റുസൈന് അപ്പോൾ ബൈ എന്നൊക്കെ പറയുന്നുണ്ട്.